ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 23 to 30. ഓക്കെ, ലെറ്റ്സ് റീഡ് together. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി, അങ്കിയും എടുത്ത് അങ്കിയോ തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളം മുഴുവൻ നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്കു വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്ത് എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരി ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയെ നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രമുണ്ടായിരുന്നു. തൻ്റെ മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ച വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അല്പസമയം നമ്മൾ ഈ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ പോകുകയാണ്. നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിൽ ധ്യാനിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി നമ്മളെ തൊടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ വചനമായിട്ട് അവതരിപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കാണുമ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ശരീരം മുറിക്കപ്പെട്ടു എന്നാണ് കാണുന്നത്. ഹിസ് ബോഡി വാസ് ബ്രൂയിസ്ഡ് ആൻഡ് ബ്രോക്കൺ ഇൻ ടു പീസസ്. സോ അതാണ് നമ്മൾ കർത്തൃമേശയിലൊക്കെ പ്രതിനിധാനം ചെയ്ത് നമ്മൾ യേശുവിൻ്റെ ഓർമ്മ, ത്യാഗത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ യേശുവിൻ്റെ ശരീരമാകുന്ന ആ ശരീരം ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ കാണുന്നത് സൗഖ്യമുണ്ടാകും, വിടുതലുണ്ടാകും, ശുദ്ധീകരണം ഉണ്ടാകും, വലിയ മാറ്റങ്ങളുണ്ടാകും, നിരപ്പ് പ്രാപിക്കേണ്ടവർ നിരപ്പ് പ്രാപിക്കും. ഇതെല്ലാമാണ് സംഭവിക്കുന്നത്. സോ നമ്മുടെ വചനം, നമ്മൾ ചിന്തിക്കുന്ന വചനം കർത്താവാണ്. സോ വി ആർ മേക്കിംഗ് ഇറ്റ് ഇൻ ടു പീസസ്, ഇൻ ടു ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. സോ അത് ബ്രേക്ക് ആകുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ഭാഗമായി ചിന്തിച്ച്, അത് ഏത് പ്രസംഗത്തിലാണെങ്കിലും വചനമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ആ വചനം കൊണ്ട് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം അവിടെ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം, വിടുതൽ വേണ്ടവർക്ക് വിടുതൽ, ശുദ്ധീകരണം പ്രാപിക്കേണ്ടവർ ശുദ്ധീകരണം, മാനസാന്തരം ഉണ്ടാകേണ്ട ഭാഗത്ത് മാനസാന്തരം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാനിപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവരുടെ ധ്യാനത്തിങ്കിൽ തീ കത്തി എന്ന് പറയാറുണ്ട്. സോ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ വിവിധ കാര്യങ്ങളുമായിട്ടുള്ള വിഷയങ്ങളെ ഹല്ലേലൂയ നമ്മൾ അനുഭവിക്കുവാൻ സാധിക്കും. സോ യോഹന്നാൻ നമ്മളോട് പറയുന്നത് യേശു ദൈവപുത്രനാണെന്നാണ്. യേശു ദൈവപുത്രനാണ്. സോ 18-ാമത്തെ അധ്യായം വരെ യേശുവിനെ ഭയങ്കരമായിട്ട് ഹൈപ്പിലാണ് യോഹന്നാൻ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഏതെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതിനകത്ത് കൂട്ടിച്ചേർക്കാമോ, ഏതെല്ലാം കർത്താവിൻ്റെ സ്വയപ്രഖ്യാപനങ്ങൾ, ഐ ആം സെയിങ്സ്, ഞാനാകുന്നു എന്ന് പറഞ്ഞ് എല്ലാം കൂട്ടിച്ചേർക്കാമോ, അതെല്ലാം കൂട്ടിച്ചേർത്ത് യോഹന്നാൻ്റെ സുവിശേഷം യേശുവിനെ അവതരിപ്പിക്കുന്നതിൽ വ്യത്യസ്തമായിരിക്കുന്ന ശൈലിയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. സോ ആ വ്യത്യസ്തമായ ശൈലി ഉള്ളതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തെ പലപ്പോഴും ഒരു ലേഖനത്തിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. സോ ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ലീവ്ഡ് എമംഗ് അസ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ, സോ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പുക കൊണ്ടും തീ കൊണ്ടും ഇടിവെട്ടുകൊണ്ടും വലിയ വെടിക്കെട്ട് കൊണ്ടൊക്കെ ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നവർ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഏറ്റവും
അടുത്തിരിക്കുന്ന കർത്താവായിട്ട്, ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സുഹൃത്തായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കാൻ തുടങ്ങി. ആ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സോ ഹല്ലേലൂയ. അതിവിശുദ്ധ സ്ഥലത്ത് മാത്രം ഇറങ്ങി ദൈവത്തിൻ്റെ ആലോചനയെ മനുഷ്യർക്ക് കൈമാറിക്കൊണ്ടിരുന്ന ആ ദൈവത്തിൻ്റെ ആ വലിയ സിംഹാസനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന് കാരണമായി വഴിവെട്ടി തുറന്നത് കാൽവരി ക്രൂശ് മാത്രമാണ്. ആ ക്രൂശ് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവേദ്യമായി തീർന്നത്. അതിൻ്റെ താക്കോൽ, അതിൻ്റെ കാരണം ദൈവം അവൻ്റെ പുത്രനെ നമുക്ക് ദാനമായി തന്ന് അവൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ടാണ്. സോ ഇങ്ങനെ 18 അധ്യായം വരെ വലിയ യേശുവിൻ്റെ ആ പ്രവർത്തനങ്ങളെല്ലാം കണ്ടതിന് ശേഷം 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ ഒരു ഹീറോയുടെ അധപ്പതനം പോലെ ലോകത്തിന് തോന്നാം. അല്ലെങ്കിൽ വലിയൊരു നായകൻ്റെ, ഒരു നേതാവിൻ്റെ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ അവസാന നാളുകളായിട്ട് ലോകത്തിന് കാണാൻ സാധിക്കും. അങ്ങനെ ഉള്ള ഒരു അധ്യായത്തിലേക്കാണ് 19 അധ്യായം വരുന്നത്. ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. 19 അധ്യായം അവസാനിക്കുന്നത് 42 വാക്യത്തിലാണ്. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. സോ അങ്ങനെ യേശുവിനെ വാറുകൊണ്ട് അടുപ്പിച്ച് 42 വാക്യം വരുമ്പോഴത്തേക്കും അവനെ ശവമടക്കി ഒതുക്കി അല്ലെങ്കിൽ തീർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. സോ ക്രൂശിൻ്റെ ചുവട്ടിൽ നടന്ന ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. എന്താണ് നമ്മൾ അവിടെ കാണുന്നത്? 25 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യേശുവിൻ്റെ ക്രൂശിൻ്റെ അരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിൻ്റെ അരികെ നടന്ന ചില കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് 3 സമൂഹങ്ങളാണ് നമ്മൾ യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ കാണുന്നത്. 1, യേശുവിനെ ക്രൂശിച്ച പടയാളികൾ. 2, യേശുവിനോട് ക്രൂശിനോട് ചേർന്ന് നിന്ന യേശുവിൻ്റെ ശിഷ്യന്മാരായ സ്ത്രീകളും പുരുഷന്മാരുമായവർ. 2, ഹല്ലേലൂയ, ക്രൂശിൽ കിടക്കുന്ന യേശു. സോ മൂന്ന് വ്യക്തികളാണ്, അല്ലെങ്കിൽ 3 സമൂഹങ്ങളാണ് നമ്മൾ ഈ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 1, ഹല്ലേലൂയ, യേശുവിനെ ക്രൂശിച്ച പടയാളികൾ, ആ കർമ്മം ചെയ്ത അല്ലെങ്കിൽ ആ ശിക്ഷ നടപ്പാക്കിയ പടയാളികൾ. 2, യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന, തൻ്റെ ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്ന, ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്ന യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടി ചേർന്നൊരു സമൂഹം. 3 ആരാണ്? ഹല്ലേലൂയ, ക്രൂശിൽ കിടക്കുന്ന യേശുവും അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും. അങ്ങനെ 3 സമൂഹങ്ങളാണ്. ഈ 3 സമൂഹങ്ങളുടെയും പ്രതിനിധികൾ ഇന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ആദ്യത്തെ സമൂഹം, ഇത് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ച പ്രസംഗമാണ്, അതുകൊണ്ട് ഹല്ലേലൂയ, ഇത് ആദ്യത്തെ സമൂഹത്തിന് ഹല്ലേലൂയ ഞാനിടുന്ന പേര് എന്ന് പറയുന്നത് ക്രോസ് സെല്ലേഴ്സ് എന്നാണ്, ക്രൂശിനെ വിൽക്കുന്നവർ. 2, ക്രോസ് സപ്പോർട്ടേഴ്സ്, ക്രൂശിൽ കിടക്കുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നവൻ. 3, ക്രോസ് ബിയറേഴ്സ്, കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്നതിനെ, ആ ത്യാഗത്തെ നമുക്ക് വ്യക്തമായി ഇവിടെ കാണുവാൻ സാധിക്കും. 1 സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? 1 സമൂഹത്തിൻ്റെ പ്രത്യേകത, പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. റോമാ സാമ്രാജ്യത്തിൻ്റെ നിയമപ്രകാരം ഒരു കുറ്റവാളിയെ ക്രൂശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ക്രൂശീകരണം നടക്കുമ്പോൾ ആ കുറ്റവാളിയുടെ കയ്യിൽ എന്തൊക്കെ സമ്പത്തുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സമയത്തുള്ളതെല്ലാം ക്രൂശീകരണം നടത്തുന്ന പടയാളികൾക്ക് വീതിച്ചെടുക്കുവാനുള്ള നിയമം അവർക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം അവിടെ സംഭവിക്കുന്നത്. ഓരോ പങ്കാളിക്ക് ഓരോ പങ്കായിട്ട് വസ്ത്രം പോലും ഊരിയെടുത്തു. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം പോലും ഊരിയെടുത്തിട്ട് അത് 4 പങ്കാക്കി. 4 പങ്കാക്കാനുള്ള വസ്ത്രം ഉണ്ടായിരുന്നു. അന്നത്തെ യഹൂദൻ്റെ വസ്ത്രം ആ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ട് അടിയോളം മുഴുവൻ നെയ്തതായിരുന്നത് കൊണ്ട് അത് കീറാതെ അവരെന്ത് ചെയ്തു? ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞ് ഹല്ലേലൂയ അവരതിനെ ചീട്ടിട്ടെടുത്തു എന്നാണ് പറയുന്നത്. എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്ത് ഇതിനാൽ നിവർത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത ഞാൻ പറയാം. ഹല്ലേലൂയ, യേശുവിനെ കുറിച്ച് ഉയർത്തെഴുന്നേക്കുമെന്നും അല്ലെങ്കിൽ ദൈവം വഴി തുറക്കുമെന്നും ദൈവം അത്ഭുതം ചെയ്യുമെന്നുള്ള കാര്യം മാത്രമല്ല എഴുതി വെച്ചിരുന്നത്. അവൻ കടന്നു പോകുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എഴുതി വെച്ചിരുന്നു.
നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്നത് എല്ലാം നല്ലത് മാത്രമാണെന്നാണ്, അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും മാത്രമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നാണ് ദൈവഹിതമെന്നാണ്. നോ, അങ്ങനല്ല. നമ്മൾ കടന്നു പോകേണ്ട എല്ലാ ദുരിതം നിറഞ്ഞ ഭാവങ്ങളും ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളതിന്റെ ഉറപ്പെന്താണെന്ന് അറിയാമോ? അതിലും ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ് ദൈവം തരുന്ന ഉറപ്പ്. ഹല്ലേലൂയ. ഇനി ക്രൂശിലേക്ക് അടുത്തപ്പോൾ കർത്താവായ യേശു ചെയ്തത് എന്താ? ഹല്ലേലൂയ. ഈ പാപഭാരം മുഴുവനും തൻ്റെ ശരീരത്തിലേക്ക് ആവസിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും യേശുവിൻ്റെ ശരീരത്തിന് ഇത് താങ്ങാൻ മേലാതെയായി. ഹല്ലേലൂയ. അതിനോട് വിരക്തി തോന്നിയതിന് ശേഷം യേശു പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞെന്താണ് പ്രാർത്ഥിച്ചതെങ്കിലും ഹല്ലേലൂയ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടോ നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ഹല്ലേലൂയ ചിന്തകൾ കൊണ്ടോ ഒരു കാര്യം മാറിപ്പോകുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചേക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ അതിനകത്തുനിന്ന് എടുത്തു ചാടാനോ പുറത്തു പോകാനോ ഹല്ലേലൂയ മാനുഷികമായ കുറുക്ക് വഴികൾ ചെയ്യുവാനോ ശ്രമിക്കരുത്. കാരണം ദൈവത്തിന് അതിനകത്ത് എന്തോ പദ്ധതിയുണ്ട്. എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവം അതിലൂടെ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി തെളിഞ്ഞു വരുവാനിടയായിത്തീരും. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ, എനിക്ക് ഇതൊന്നും മാറിപ്പോകണമെന്നുണ്ട്, പക്ഷേ ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. ആ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. പ്രതികൂലവും പ്രതിസന്ധിയും എല്ലാം വന്നു കഴിയുമ്പോഴും ഹല്ലേലൂയ, പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഹല്ലേലൂയ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ മാറിപ്പോകാതിരിക്കുമ്പോൾ ദൈവത്തിന് എന്തോ അതിനകത്ത് പദ്ധതിയുണ്ട്. കാത്തിരിക്കുക. യേശുവിന്റെ നാമത്തിൽ കാത്തിരിക്കുന്നവർക്കായി സ്തോത്രം. ആ കാത്തിരിപ്പ് വെറുതെയാകത്തില്ല. അത് വലിയൊരു വിപ്ലവകരമായ മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ അവർ എഴുന്നേൽപ്പിച്ച് യേശുവിനെ വാറുകൊണ്ട് അടിക്കാൻ ഏൽപ്പിച്ചു. മുൾക്കിരീടവും ധൂമ്ര വസ്ത്രവും അദ്ദേഹം യേശുവിനെ ധരിപ്പിച്ചു. അധികാരികളിൽ നിന്ന് നീതി ലഭിക്കാതിരുന്ന കർത്താവായ യേശുവിനെ നമുക്കറിയാം. പ്രയാസപ്പെട്ട് പ്രതികൂലങ്ങളുടെ ഗബദ മുതൽ ഗോൽഗോത്ത വരെ വീണും എഴുന്നേറ്റ് പോകുന്ന യേശുവിനെ അറിയാം. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകാത്ത വേദന കർത്താവ് അതിനേക്കാളും കൂടുതൽ വേദന അനുഭവിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന വേദന പറഞ്ഞാൽ മനസ്സിലാകുന്ന യേശുവാണ് നമ്മുടെ യേശു. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ വിഷമം മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. 25 വർഷമായി അല്ലെങ്കിൽ 15 വർഷമായി 17 വർഷമായി നമ്മൾ ഹാപ്പി മാരീഡ് ലൈഫാണ്. പക്ഷെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം ഹല്ലേലൂയ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ മനസ്സിലാകത്തില്ല. അതുപോലെ മനസ്സിലാക്കുന്നവൻ കർത്താവ് മാത്രമാണ്. കാരണം ഒരു ഹല്ലേലൂയ മുള്ള് ശരീരത്തിൽ കൊണ്ടാൽ ആ വേദന പോലും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയവനാണ് നമ്മുടെ കർത്താവ്. ആ യേശുവാണ് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഞാൻ നിന്നെ കൈവിട്ടിട്ട് പോകത്തില്ല. ഗബദ മുതൽ ഗോൽഗോത്ത വരെ വീടുമെഴുന്നേറ്റ് പോകുന്ന യേശുവിനെ 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഹല്ലേലൂയ കല്ലറയിൽ വെച്ച് ഒടുക്കി എന്ന് പറഞ്ഞു നിന്നപ്പോൾ 20-ാം അധ്യായത്തിൽ പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാനിവിടെ പറഞ്ഞതാണെങ്കിൽ ഒരു കൂടെ ആവർത്തിക്കാം. 19-ാം അധ്യായത്തിലെ അവഗണന ഉണ്ടെങ്കിൽ 20-ാം അധ്യായത്തിലെ ഉയർപ്പ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. 19-ാം അധ്യായത്തിലെ വേദനകളുണ്ടെങ്കിൽ വേദനകളില്ലാത്ത ഒരു 20-ാം അധ്യായം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷപ്പെടുന്ന ഒരു ചാൻസും കാണത്തില്ല. അങ്ങനെയായിരുന്നു ക്രൂശീകരണം അവസാനിച്ചത്. ആ സമയത്ത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞാൻ പറയുന്നു, വേദനകൾ അനുഭവിക്കുന്നവർക്ക് ഒരു തിരിച്ചുവരവ് ദൈവം വെച്ചിട്ടുണ്ട്. അത് കാത്തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 20-ാം അധ്യായം വരുമ്പോൾ നമ്മൾ കാണുന്നത് കല്ലറയുടെ മുന്നിലെ കല്ല് മാറി എന്നതാണ്. മൃതശരീരം കടന്നെടുത്ത് ദൂതന്മാർ ഇറങ്ങി വന്നു എന്നതാണ്. അവഗണനയുടെ അധ്യായമുണ്ടെങ്കിൽ പരിഗണനയുടെ അധ്യായമുണ്ട്. നിന്ദയുടെ അധ്യായമുണ്ടെങ്കിൽ മാന്യതയുടെ അധ്യായമുണ്ട്. താഴ്ചയുടെ അധ്യായമുണ്ടെങ്കിൽ ഉയർച്ചയുടെ അധ്യായമുണ്ട്. മരണത്തിന്റെ അധ്യായമുണ്ടെങ്കിൽ ജീവന്റെ അധ്യായമുണ്ട്. രോഗത്തിന്റെ അധ്യായമുണ്ടെങ്കിൽ സൗഖ്യത്തിന്റെ അധ്യായമുണ്ട്. ഇല്ലായ്മയുടെ അധ്യായമുണ്ടെങ്കിൽ സമൃദ്ധിയുടെ അധ്യായമുണ്ട്.
യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സോ ആദ്യത്തെ സമൂഹം എന്താണ്? ക്രൂശിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു സമൂഹം, അല്ലേ? ക്രൂശിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന സമൂഹം. കുറ്റവാളികളുടെ വസ്ത്രം അവർക്ക് എടുക്കാമെന്നുള്ള നിയമമുള്ളത് കൊണ്ട് അവരത് എടുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ പടയാളികളോട് ചോദിക്കുക, ക്രൂശ് നിമിത്തം നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ഹല്ലേലൂയ. ക്രൂശ് നിമിത്തം എന്താണ് കിട്ടിയത്? അവർ പറയും, കർത്താവായ യേശുവിൻ്റെ അങ്കി ഞങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടി. ലോകത്തുള്ള സകല മനുഷ്യരോടും ചോദിക്കുക, ഹല്ലേലൂയ, ക്രൂശിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ലഭിച്ചത്? അവർ പല വിധത്തിലുള്ള ഹല്ലേലൂയ ഉത്തരങ്ങൾ പറയുവാൻ ഇടയായിത്തീരും. ലോകത്തിലെ മതങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഹല്ലേലൂയ, 33 കോടി ഫോട്ടോകൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കൂട്ടാൻ ഒരു ഫോട്ടോയും കൂടെ ഞങ്ങൾക്ക് കിട്ടി. ഹല്ലേലൂയ. രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദരിദ്രന്മാരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾക്കൊരു സുഹൃത്തിനെ കിട്ടി, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ കിട്ടി. ഹല്ലേലൂയ. യഹൂദന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഹല്ലേലൂയ, ഞങ്ങൾക്കെതിരെ ദൈവദൂഷണം പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒരു കുറ്റവാളിയുടെ അന്ത്യമാണ് ഞങ്ങൾക്ക് ക്രൂശിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ, ക്രൂശിൽ നിന്ന് എന്താണ് എനിക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ, എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവൻ ഓഹരിക്കാരാക്കി തീർത്ത് എന്റെ രോഗം മാറ്റി, ശാപം മാറ്റി, എന്നെ ഹല്ലേലൂയ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ഒരു രക്ഷകനെയാണ് എനിക്ക് ക്രൂശിൽ നിന്ന് ലഭിച്ചത്. ഹല്ലേലൂയ. ക്രൂശ് നമുക്ക് നൽകി തന്നത് വേറൊന്നുമല്ല, പാപത്തിൽ നിന്നുള്ള വിടുതലാണ്, നിത്യജീവനിലേക്കുള്ള വഴിയാണ്. രക്ഷിക്കപ്പെടുവാൻ ലോകത്ത് വേറൊരു നാമവുമില്ല. ഭൂമിയുടെ മേൽ ആകാശത്തിന് കീഴെ രക്ഷിക്കപ്പെടുവാൻ, രക്ഷപ്പെടുവാൻ യേശു അല്ലാതെ വേറെ നാമമില്ല. ആ നാമത്തിന്റെ ശക്തിയിലാണ് നമ്മൾ മുന്നോട്ട് ചലിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വം പ്രയാസമായി തോന്നുന്നെങ്കിൽ അത് ക്രിസ്ത്യാനിത്വത്തിന്റെ കുഴപ്പമല്ല, ക്രിസ്ത്യാനികളായവരുടെ ജീവിതത്തിന്റെ കുഴപ്പമാണ്. ജീസസ്. മാനസാന്തരത്തിലേക്ക് വരുവാൻ കർത്താവ് നൽകി തന്ന മാർഗമാണ് യേശു നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ ജീവനായി തീർന്നത്. ഹല്ലേലൂയ. പല രീതിയിൽ ക്രൂശ് നമുക്ക് ഒരിക്കൽ ഇങ്ങനെ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തിയെ, ഒരു മിഷണറിയെ, ഇന്ത്യയിലെ ഒരു മിഷണറിയെ ഒരു സായിപ്പ് സഹായിക്കുന്നുണ്ടായിരുന്നു. ആ സായിപ്പ് പാസ്റ്റർ ഒരിക്കൽ ഈ മിഷണറിയെ കാണുവാൻ വേണ്ടി ഇവിടെ വന്നു. എവിടെ? ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹം ഉണ്ടാക്കിയ കെട്ടിടങ്ങളെല്ലാം കാണിക്കുകയാണ്. അവിടുത്തെ ഓർഫണേജ്, അവിടെ കിടക്കുന്ന കാറ്, വണ്ടികളെല്ലാം കാണിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഇതൊക്കെ. കർത്താവിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഇതൊക്കെ. സോ ഞാൻ എല്ലാവരെയും ബ്ലെയിം ചെയ്യുകയല്ല, പക്ഷേ ഈ കഥ പറയണം, അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ എനിക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ്. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, സ്തോത്രം പറഞ്ഞു, തിരിച്ചുപോയി. അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തിന് വിസയും ടിക്കറ്റ് അയച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം ചെന്നിട്ട് ഒരു പട്ടണം പോലുള്ളൊരു ദേശം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം എൻ്റെ ആയിരുന്നു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയതാണ് ഇത് മുഴുവൻ. ഹല്ലേലൂയ. ആയിരക്കണക്കിന് നേട്ടങ്ങൾ ക്രൂശിൽ നിന്നുണ്ടാക്കുന്നവർ എന്താണ് ക്രൂശിന് വേണ്ടി മാറ്റിവെച്ചത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് സ്വർഗത്തിൽ എനിക്ക് ലാഭമായി തീരാൻ പോകുന്നത്. ക്രിസ്തു നിമിത്തം ഞാൻ എല്ലാം ഛേദമെന്നെണ്ണുന്നു എന്ന് പറഞ്ഞ് അപ്പോസ്തലനെ പോലെ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായശാസ്ത്രി, പരീശൻ എന്നിങ്ങനെയുള്ള എല്ലാ പേരുകളും എനിക്കുണ്ടായെങ്കിലും ഞാൻ ക്രിസ്തു നിമിത്തം എല്ലാം ഛേദമെന്നെണ്ണി. ഇന്നത്തെ ലോകം വിളിച്ചു പറയുന്നത്, ക്രിസ്തു നിമിത്തം എനിക്കതായി തീരുവാൻ സാധിച്ചു, എനിക്കത് നേടുവാൻ സാധിച്ചു. ക്രിസ്തു നിമിത്തം നമ്മൾ എന്താണ് നഷ്ടപ്പെടുത്തിയത്? ഇംഗ്ലീഷ് ഒരു പാട്ടില്ലേ, കൗണ്ട് യുവർ ബ്ലെസ്സിംഗ് വൺ ബൈ വൺ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയത് എന്തൊക്കെയാണെന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തം, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു മൂലം എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു നിമിത്തം നല്ല ജീവിതം വേണ്ടെന്ന് വെച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു നിമിത്തം ചില കാര്യങ്ങളോട് നോ പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. We have many things. നമുക്ക് ഒത്തിരി ഉണ്ട് യേശുവിന് വേണ്ടി പറയാൻ. ഹല്ലേലൂയ. നല്ല വീടും നല്ല കെട്ടിടവും നല്ല കാറും എല്ലാം ദൈവം തന്നതാണ്. അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കണം.
പക്ഷെ അതിനൊന്നും സ്വർഗത്തിൽ പ്രതിഫലമില്ല എന്ന് ഞാൻ ഈ 3:20 സമയത്ത് പ്രഖ്യാപിക്കുക. യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലുമൊക്കെ യേശുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ചതിനെ അവിടെ പ്രതിഫലത്തിന് പേര് വിളിക്കൂ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒത്തിരിയില്ലേ? നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിരകണക്കിനില്ലേ, പേജ് കണക്കിനില്ലേ? പക്ഷേ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ, അതാണ് സ്വർഗത്തിൽ പേര് വിളിക്കുമ്പോൾ കാണത്തുള്ളൂ. ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ ലോകാവസാനം മുഴുവനും നമ്മുടെ ജോലി നമ്മുടെ കൂടെ കാണത്തില്ല, നമ്മുടെ ലൈഫ് നമ്മുടെ കൂടെ കാണത്തില്ല, നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കൂടെ കാണത്തില്ല, നമ്മുടെ ശമ്പളം നമ്മുടെ കൂടെ കാണത്തില്ല. One day he will call us. ഒരു ദിവസം അവൻ നമ്മളെ തിരിച്ചു വിളിക്കും. അവന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജോലിക്കല്ല അവൻ പ്രതിഫലം തരുന്നത്, നമ്മുടെ നേട്ടങ്ങൾക്കല്ല അവൻ പ്രതിഫലം തരുന്നത്. നമ്മൾ അവനു വേണ്ടി എന്ത് നഷ്ടപ്പെടുത്തി? നല്ല ജോലി ഉണ്ടായിരുന്നവർ ജോലി രാജിവെച്ച് ഇന്ത്യയിൽ വന്നതിൻ്റെയാണ് ഞാനിപ്പോൾ നിന്ന് പ്രസംഗിക്കുന്നത്. വില്യം കേറി ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഒരു മിഷൻ കോൺഫറൻസ് ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പ്രീച്ചർ അദ്ദേഹത്തോട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവനെ ഇതുവരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ലോകം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ ഞാനാകട്ടെ. അന്നേരത്തേക്കും അവിടെ ഇരുന്ന ഒരു എൽഡർ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ത്യയിലേക്ക് നീ പോകണ്ട, ഇന്ത്യയിലെ കാര്യം ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു, നോ, ആ മനുഷ്യൻ ഞാനാണ്. 47ഓളം ലാംഗ്വേജിലേക്ക് ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവനെ ദൈവം ഉപയോഗിച്ചത് അവൻ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിൽ ഹല്ലേലൂയ ദൈവത്തോടുള്ള സമർപ്പണത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്വർഗം വേണ്ടെന്ന് വെച്ചത് അവൻ ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ ഓമന കുമാരനെയാണ്. നമുക്ക് വേണ്ടി അവൻ വേണ്ടെന്ന് വെച്ചത് അവന്റെ ചങ്കാണ്. God has one son and he made him as a missionary എന്നാണ് ഒരു വലിയ വ്യക്തി പറഞ്ഞത്. അവനൊരു മകനുണ്ടായിരുന്നു, അവനെ മിഷണറി ആയിട്ട് അയച്ചു. ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ, ദൈവത്തിന്റെ സഭയിൽ പങ്കെടുക്കുവാൻ വിവിധ മാധ്യമങ്ങളുണ്ട്. അതിലെല്ലാം കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്യുവാൻ ഞാൻ സഭയെ ഉത്സാഹിപ്പിക്കുകയാണ്. അതിൽ വരുന്ന നഷ്ടങ്ങൾ ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. ക്രൂശ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാക്കാനുള്ളൊരു മാധ്യമമാകുമ്പോൾ കർത്താവിൻ്റെ ഹല്ലേലൂയ മക്കളായിരിക്കുന്ന നമ്മൾ ചിലത് നഷ്ടപ്പെടുത്തുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, യേശുവിനെ കുറിച്ച് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം പറയുന്നത്, അവൻ സ്വർഗത്തിലിരുന്നവനാണ്. സ്വർഗത്തോട് ആ മഹത്വം മുറുകെ പിടിക്കാതെ അവൻ താഴെ ലോകത്തിലേക്ക് വന്നു. വേഷത്തിൽ മനുഷ്യനായി ദാസനായി തീർന്നു. മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അതിൻ്റെ അടുത്ത അധ്യായത്തിൽ ഹല്ലേലൂയ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ഹല്ലേലൂയ ഇതെല്ലാ പദവികളും ഉള്ളതാണ്, ക്രിസ്തുവിനെ പോലെ ഞാനും എനിക്കുള്ളതെല്ലാം ഛേദമെന്നെണ്ണി. യേശുവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സ്വർഗത്തിനാണ്. യേശുവിന് വേണ്ടി സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സ്വർഗത്തിനാണ്. കർത്താവ് അത് ചെയ്യുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2-ാമത്തെ ഹല്ലേലൂയ
രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് യേശു സ്നേഹിച്ച ശിഷ്യരും സ്ത്രീകളുമാണ്. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്. ആമേൻ. അപ്പോൾ രണ്ടാമത് നിൽക്കുന്ന ആരാണ്? യേശുവിൻ്റെ കൂടെ. അവിടെ ഒരു വാക്യമുണ്ട്, യേശുവിൻ്റെ ക്രൂശിനരികെ. യേശുവിൻ്റെ ക്രൂശിനരികെ. സോ നിയർ ടു ദ ക്രോസ്, പാരാറ്റാസ്ട്രൗറോ എന്നാണ് യവനായ പദത്തിൽ അത് കാണുന്നത്. പാര, നമ്മൾ മലയാളത്തിലെ പാരയല്ല, ഇത് ഗ്രീക്കിലെ പാരയാണ്. സോ പാര മീൻസ് പാരലൽ. പാരലൽ എന്നാണ്. പാരലൽ, പാരലൽ ടു ദ ക്രോസ്. സോ പാരലൽ ടു ദ ക്രോസ് എന്ന് പറഞ്ഞാൽ ക്രൂശ് നിൽക്കുന്നത് പോലെ തന്നെ. സോ അവർ ക്രൂശിനോട് ചേർന്ന് നിൽക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ക്രൂശിൽ കിടക്കുമ്പോൾ അവനെ കല്ലെറിയുവാൻ വേണ്ടി ആയിരങ്ങൾ നിൽക്കുന്ന ഈ കാലത്ത് ആരെങ്കിലുമൊക്കെ പ്രയാസത്തിലാകുമ്പോൾ അവനോട് കൂടെ നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. സോ പാരാറ്റാസ്ട്രൗറോ എന്ന പദം പാരലൽ, വിത്ത്, ബിസൈഡ്, സൈഡിൽ, സമാന ദിശയിൽ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ യേശുവിൻ്റെ ക്രൂശിനരികെ ചേർന്ന് നിൽക്കാൻ ഇത്തിരി പ്രയാസമാണ്. കാരണം 12 എണ്ണത്തെ തിരഞ്ഞെടുത്തതിൽ 11 ഇല്ല, അവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് യേശുവിൻ്റെ കൂടെ നിൽക്കുവാൻ നിനക്ക് പ്രയാസമില്ലേ എന്ന് നിങ്ങൾ ഹല്ലേലൂയ യോഹന്നാനോട് ചോദിച്ചാൽ പറയും, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. എനിക്ക് പേടിയില്ല, കാരണം അവനോടുള്ള സ്നേഹം എൻ്റെ ഭയം മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സാഹചര്യങ്ങളെ അതിജീവിക്കാൻ എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത്? പേടിയില്ല, കാരണം അവൻ ഞങ്ങളോട് കൂടെ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇവിടെ യേശുവിൻ്റെ ക്രൂശോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, യേശുവിന് തെറിയുന്ന കല്ല് ഇവർക്കിട്ടും കൊള്ളാം, യേശുവിന് തെറിയുന്ന കുന്തം ഇവർക്കിട്ടും കൊള്ളാം, യേശുവിനോട് പറയുന്ന അപവാദങ്ങൾ ഇവരും കേൾക്കേണ്ടി വരും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. അത് യേശു, നമ്മൾ പലപ്പോഴും ഇങ്ങനെ അപവാദങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യേശു എന്നെ കൈവിട്ടു എന്നാണ്, അല്ലേ? സോ അങ്ങനല്ല, നമ്മൾ അവൻ്റെ അടുത്താണ്. ക്രൂശിനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അപവാദം കേൾക്കുന്നത്. ക്രൂശിനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കല്ലെറിയുന്നത്. ക്രൂശിനോട് ചേർന്ന് ദൈവ പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് നിന്റെ നേരെ ആണി വരുന്നത്. ചുമ്മാ ഇരിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്നവരെയാണ് ജനം കല്ലെറിയുന്നത്. സോ യേശുവിൻ്റെ ക്രൂശിനരികെ നിന്നുകൊണ്ട് അവർ നിന്നപ്പോൾ അവർക്ക് ഹല്ലേലൂയ യോഹന്നാനും പിന്നെ കുറെ സ്ത്രീകളുമാണ് അവരെ കാണുന്നത്. റവറൻഡ് ഡോക്ടർ പത്രോസ് അവിടെ ഇല്ല, ഹല്ലേലൂയ തോമസ് അവിടെ ഇല്ല, മത്തായി അവിടെ ഇല്ല, കാര്യങ്ങൾ പറയുന്ന ഹല്ലേലൂയ എടുത്തു ചാടിയിരുന്ന പലരും അവിടെ ഇല്ല. കൂടെ ഉണ്ടായിരുന്നത് ദൈവം യഥാർത്ഥത്തിൽ എന്നെ വിടുവിച്ചു എന്നും ബോധമുള്ള ചിലർ മാത്രമേ ക്രൂശിനരികെ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം വിളമ്പിയപ്പോൾ ആളെ ഇരുത്താൻ സ്ഥലമില്ലായിരുന്നു. ഇത് ഇവർക്ക് തികയുവോ എന്ന് ശിഷ്യന്മാർ ചോദിച്ച സംഭവമില്ലേ? ജയ് വിളിക്കാനും ഹോശന വിളിക്കാനും ആയിരക്കണക്കിന് ആളുണ്ടായിരുന്നു, പക്ഷെ ക്രൂശിനോട് അടുത്ത് നിന്നപ്പോൾ ആരുമില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശു മത്തായി സുവിശേഷം 16-24 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് വരും. It is innate. ക്രിസ്തീയ ജീവിതത്തിൽ അത് ഉള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് അവർ സന്തോഷിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും വേണം ഒരു യോഗ്യത. ഇനി 2 പേരുടെ കാര്യം ഞാൻ പറയാം. ഈ ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്താ കിട്ടിയത്? ഒന്ന്, മഗ്ദലക്കാരത്തി മറിയ. രാവിലെ എഴുന്നേറ്റതും എഴുന്നേൽപ്പിച്ചതും ആരാണ്? മഗ്ദലക്കാരത്തി മറിയാണ്. ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ഓർത്താണ് അവർ ഓടിയത്. സോ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് എന്താ കിട്ടിയേ? 20-ാം അധ്യായത്തിൽ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യം കണ്ടത് മഗ്ദലക്കാരത്തി മറിയ.
ഈ പടയാളികളോട് യേശു വല്ലതും പറഞ്ഞോ? ഇല്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞത് ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്ന യോഹന്നാനോടും മറിയോടുമാണ്. ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്നവനോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കണമെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ്റെ ക്രൂശോട് അടുത്ത് നിന്നാൽ അവൻ്റെ മധുര മൊഴികൾ കേൾക്കുവാൻ ദൈവം നമ്മുടെ ഹല്ലേലൂയ കാതുകളെ തുറക്കും. രണ്ടാമത് നമ്മൾ കാണുന്നത് യോഹന്നാനാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. യോഹന്നാൻ എന്താണ്? യോഹന്നാൻ യേശുവിനോട് കൂടെ നിന്നു. യോഹന്നാൻ യേശുവിനോട് കൂടെ നിന്നു. 1 യോഹന്നാൻ 4:18 പറയുന്നത്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അങ്ങനെ യേശുവിനോട് കൂടെ നിൽക്കുകയാണ്. തകർന്ന യേശു, ഹല്ലേലൂയ, മുഖത്തിന് ഷേപ്പില്ലാത്ത യേശു, നീല കളറായിട്ട് ശരീരം കിടക്കുന്ന യേശു, കാരണം രക്തമില്ല. ഹല്ലേലൂയ, അങ്ങനെ കിടക്കുന്ന യേശു, പ്രയാസമുള്ള യേശു, ഹല്ലേലൂയ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന യേശു, അവനോട് കൂടെ ആര് നിന്നു? യോഹന്നാൻ ചേർന്ന് നിൽക്കുകയാണ്. സോ നമ്മൾ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു യേശുവിനെ കാണുന്നുണ്ട്. ഈ യോഹന്നാൻ ഒറ്റക്കായപ്പോൾ, ആരുമില്ലാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, തകർന്ന യേശു അല്ല ഇറങ്ങി വന്നത്. തലയിൽ മുൾക്കിരീടം വെച്ചവൻ അല്ല ഇറങ്ങി വന്നത്. ഹല്ലേലൂയ, അടികൊണ്ടവൻ അല്ല ഇറങ്ങി വന്നത്. If you stand with Jesus when he is alone, he will come with you when you are alone. യേശുവിന് വേണ്ടി ആരും നിൽക്കാനില്ലാതിരിക്കുമ്പം നമ്മൾ യേശുവിന് വേണ്ടി നിന്നാൽ, നമ്മൾ ആരും ഇല്ലാതെ നിൽക്കുമ്പോൾ അവൻ നമ്മോട് കൂടെ നിൽക്കും. യേശു തകർക്കപ്പെടുന്ന നിമിഷങ്ങളിലെ നമ്മുടെ കോളേജ്, നമ്മുടെ സ്കൂള്, നമ്മുടെ ജോലി സ്ഥലങ്ങൾ, എല്ലാവരും യേശുവിനെ തള്ളിപ്പറയുമ്പം നോ, ഞാൻ യേശുവിൻ്റെ പൈതലാണ് പറഞ്ഞ് യേശുവിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ആ സ്ഥലത്ത് തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ഇറങ്ങി വന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ യേശുവിന് വേണ്ടി നിൽക്കുന്നവർ എഴുന്നേൽക്കണേ. അവൻ തള്ളിക്കളയത്തില്ല. കർത്താവിന് വേണ്ടി മുടക്കിയ ഒരു മിനിറ്റും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. കർത്താവിന് വേണ്ടി മുടക്കിയ ഒരു ദീർഘവും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. കർത്താവിന് വേണ്ടി മുടക്കിയ ഒരു സമയവും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. എല്ലാത്തിൻ്റെയും പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അത് കാത്തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് നമ്മൾ അവിടെ കാണുന്നത്? തിരിഞ്ഞു നോക്കിയപ്പോൾ പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി. ആ ഒരു മൊമെന്റിൽ യേശുവിനോട് ക്രൂശിനോട് ചേർന്ന് നിന്ന ആ സമയത്തെ കർത്താവ് മറന്നില്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ദൈവം തക്ക സമയത്ത്, അവൻ ആർക്കും കടക്കാരനല്ല. അവൻ തക്ക സമയത്ത് മറുപടി തരുന്നതാണ്. അത് ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മുറിവേറ്റ ശരീരമല്ല അവൻ്റെ ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരമായിരുന്നു. ദാഹിക്കാൻ വേണ്ടി കരഞ്ഞ ശരീരമല്ല, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. യേശുവിന് വേണ്ടി സംസാരിച്ചത് യോഹന്നാനാണ്. ഇപ്പോൾ പെരുവെള്ളത്തിൻ്റെ ശബ്ദത്തിൽ യോഹന്നാന് വേണ്ടി സംസാരിക്കുന്നത് യേശുവാണ്. ആമേൻ. ക്രൂശോട് ചേർന്ന് നിൽക്കുന്ന 2 കള്ളന്മാരുണ്ടല്ലോ ക്രൂശി കടന്ന. ആ ക്രൂശി കടന്ന ഒരു കള്ളൻ യേശുവിനെ നിന്ദിച്ചു. നീ വലിയ ആളാന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ ഞങ്ങളെയും കൂടെ അങ്ങ് രക്ഷിക്കും, നിന്നെ തന്നെ രക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത കള്ളൻ എന്താണ് പറഞ്ഞത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്. പക്ഷേ അവൻ നിഷ്കളങ്കനായിട്ട് ഹല്ലേലൂയ അനുഭവിക്കുകയാണ്. അവന് വെളിപ്പാട് കിട്ടി. എന്താണ് പറഞ്ഞത്? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? നീ എന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. യേശു ഹല്ലേലൂയ അവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുവൻ ക്രൂശിൽ കിടക്കുമ്പോൾ അതിന് ഷോൾഡർ ചെയ്താൽ അവന് വിടുവിക്കപ്പെടുമ്പോൾ ഒരു പങ്ക് നമുക്ക് കിട്ടും. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിൽ ആരുമൊക്കെ പെട്ടുപോകുമ്പോൾ പ്രാർത്ഥനയിൽ, ഹല്ലേലൂയ, എൻകറേജ്മെന്റിൽ, അവരെ ആശ്വസിപ്പിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിൽ ചെയ്തോണം. കർത്താവ് അവർക്ക് വേണ്ടി വഴി തുറക്കുമ്പോൾ അതിൻ്റെ ഒരു വഴിയുടെ ആ കാറ്റിൻ്റെ ഒരു ഏശല് നമുക്ക് അനുഭവിക്കാം.
അത് ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമത്തേത് നമ്മൾ കാണുന്നത് ക്രൂശിൽ കിടക്കുന്ന യേശുവാണ്. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഹല്ലേലൂയ, ധൈര്യത്തോടെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ച യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ഭയപ്പെട്ടവൻ മാറി നിന്നില്ല. സോ ഒഴികഴിവുകൾ പറഞ്ഞ് യേശു മാറി നിന്നില്ല. എന്തായിരുന്നു യേശുവിൻ്റെ ധൈര്യം? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. 18:4 യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ ആരെ തിരയുന്നു? നമ്മൾ കണ്ടിട്ടില്ലേ, ഇന്ത്യയിൽ മറ്റൊക്കെ ഒത്തിരി ആൾ ദൈവങ്ങളുണ്ട് അല്ലേ? സോ കേസ് വന്നു കഴിഞ്ഞ് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കാക്കിയുടെ ഹല്ലേലൂയ കളർ കാണുമ്പോൾ അവർ മുങ്ങും. അങ്ങനെയുള്ള ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ചങ്ങലയും വടിയുമായിട്ട് ഹല്ലേലൂയ പിടിക്കാൻ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങളെ ആരെയാ തിരയുന്നതെന്ന് ചോദിച്ചു. നസറേയനായ യേശുവിനെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒന്ന് കയറി നിന്നിട്ട് പറഞ്ഞു, അത് ഞാനാ. ഹല്ലേലൂയ. ആ ധൈര്യം കണ്ടപ്പോൾ വന്നവർ നിലത്ത് വീണെന്നാ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ കണ്ടിട്ട് അവർ പറയുകയാണ്, അവരുടെ ധൈര്യം കാണുകയാലും ഒരു കുഞ്ഞിന്റെ മുന്നിൽ പോലും എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത പത്രോസിന് ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഹല്ലേലൂയ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് അവരെ ഹല്ലേലൂയ ഭരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അസാമാന്യമായ ധൈര്യമുണ്ടായി. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ധൈര്യം ഇന്ന് പകൽ ചിലരുടെ മനസ്സിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ. നമ്മൾ ജയാളികളാണ്. നമ്മൾ തോറ്റവന്റെ മക്കളല്ല, നമ്മൾ തോറ്റവന്റെ അനുയായികളല്ല. നമ്മൾ ജയിച്ചവന്റെ മക്കളാണ്. നമ്മൾ ജയിച്ചവന്റെ അനുധാവനം ചെയ്യുന്നവരാണ്. നമ്മളെ തോപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മളെ തോപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മളെ പുറകോട്ടടിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ മുന്നിലെല്ലാം തോറ്റതാണ്. ഇനി എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുന്നെങ്കിൽ അത് ഓൾറെഡി പരാജയപ്പെട്ടതാണ് കർത്താവിൻ്റെ മുന്നിൽ. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ മുന്നിലും പരാജയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമോഥെയോസ് 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നാളെ ഓർത്ത് പേടിച്ചിരിക്കുന്നവരുടെ മേൽ ദൈവപരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങട്ടെ. എന്തു വന്നാലും ഞാൻ പിന്നോട്ടില്ല എന്ന് പറയുന്ന ധൈര്യം യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ. ഈ ധൈര്യമുണ്ടായിരുന്ന പൗലോസാണ് പറഞ്ഞത്, നിനക്ക് എൻ്റെ തലയെ എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപിരിക്കാം, പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ആർക്കും കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. സീസറോ എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ടായിരുന്നു റോമൻ പട്ടണത്തിൽ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, റോമക്കാരൻ്റെ ചെവിയിൽ നിന്നും കണ്ണിൽ നിന്നും വായിൽ നിന്നും ക്രൂശ് അകന്നിരിക്കണം. അന്നത്തെ കാലത്ത് ക്രൂശ് എന്ന് പറയുന്നത് ശാപമായിട്ടാണ് കാണുന്നത്. യഹൂദന്മാരുടെ ന്യായപ്രമാണ പ്രകാരം മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ മരിച്ച ദൈവത്തെ ആരാധിക്കുന്നുവെന്നാണ് ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തീയ മതം എന്ന് പറയുന്നത് അധാർമികമായ അന്ധവിശ്വാസമാണെന്നാണ് സ്യൂട്ടോണിസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്. ഒരു യഹൂദ ശാസ്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത്, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് ഒരു മരിച്ച ദൈവത്തെയും കുറ്റവാളി ചെയ്തു എന്ന് പറയുന്ന ചില അത്ഭുതങ്ങളെയുമാണ്. പക്ഷെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ അവനെ നേരിട്ട് കണ്ടവൻ തൂലിക ചലിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് എഴുതിയത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നിനക്ക് മനസ്സിലാകാത്തൊരു യേശുണ്ട്, ലോകത്തിന് മനസ്സിലാകാത്തൊരു യേശുണ്ട്. ആ യേശുവിനെ സേവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 1 Corinthians chapter 1 verse 23, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, അത് നശിച്ചു പോകുന്നവർക്ക് മോശത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയുമാകുന്നു. ക്രൂശാണ് ദൈവത്തിന്റെ ശക്തി. ക്രൂശാണ് ദൈവത്തിന്റെ ശക്തി. ക്രൂശിൽ വ്യാപരിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ക്രൂശിൽ വ്യാപരിച്ച റിസറക്ഷന്റെ പവറിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
റോമാലേഖനം പറയുന്നു, നിങ്ങൾ മരണത്തിൽ അവനോട് ഏകീഭവിച്ചെങ്കിൽ നിങ്ങൾ പുനരുത്ഥാനത്തിലും അവനോട് ഏകീഭവിക്കും. ഹല്ലേലൂയ. നമുക്ക് സൗഖ്യം തന്നത് ഈ ക്രൂശിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. നമുക്ക് രക്ഷ തന്നത് ഈ ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മളെ ദൈവവുമായി നിരപ്പിച്ചത് ക്രൂശിൻ്റെ ശക്തിയാണ്. നമ്മളെ ദൈവവുമായി നീതീകരിച്ചത് ക്രൂശിൻ്റെ ശക്തിയാണ്. നമ്മളെ ദൈനംദിന ജീവിതത്തിൽ കൈപിടിച്ച് നടത്തുന്നത് ഈ ക്രൂശിൻ്റെ ശക്തിയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പൊട്ടത്തരമാണ്, പക്ഷേ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയായിരിക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ആ ശക്തി അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത് ഉയർപ്പിനാളുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെയും ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും ഇന്ദ്രിയത്തിന്റെയും ആത്മാവിനെ നമുക്ക് തന്ന് ദൈനംദിനം നടത്തുന്ന ദൈവത്തിന്റെ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ ഗ്രൂപ്പുകാർ ഇവിടെ ഇല്ലെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പും മൂന്നാമത്തെ ഗ്രൂപ്പും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ക്രൂശിൽ കിടക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ക്രൂശീകരിക്കപ്പെടുന്നവരും ക്രൂശിനെ അനുധാവനം ചെയ്യുന്നവരും അത് സഹിക്കുന്നവരുമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. If there is cross, count me, there will be resurrection. നിങ്ങൾ ക്രൂശിക്കപ്പെട്ടത് പരമാർത്ഥമാണെങ്കിൽ ദൈവപുത്രൻ അനുഭവിച്ച റിസറക്ഷന്റെ ശക്തിയും നിങ്ങൾ അനുഭവിക്കും. അവഗണിക്കപ്പെട്ടത് ഹല്ലേലൂയ പരമാർത്ഥമാണെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ അതിന്റെ മേൽ ദൈവത്തിന്റെ ഉയർച്ച വരും. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യാൻ പോകുന്ന കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഭോഷത്വമായി കിടന്ന ക്രൂശിന്റെ വചനത്തെ നമുക്ക് ദൈവത്തിന്റെ ശക്തിയാക്കി മാറ്റിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരുമിച്ച് അല്പനിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശ് വഹിച്ചവന്റെ അനുധാവനം ചെയ്ത് അവന്റെ നാമത്തെ ഹല്ലേലൂയ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളായിരിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്ന് ക്രൂശിന്റെ വചനത്തിന്റെ ശക്തിയുടെ വ്യാപരിക്കട്ടെ. ആത്മശക്തിയാൽ ദൈവജനം നിറയട്ടെ. വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് യേശുവിന്റെ വചനം ഹല്ലേലൂയ പറയുന്നത് പോലെ കർത്താവ് ചിലരെ ശുദ്ധീകരിക്കട്ടെ, ചിലരെ ശക്തീകരിക്കട്ടെ. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആത്മ നിയോഗത്തോടെ ഇറങ്ങി വരട്ടെ. ഒരുമിച്ച് അല്പനിമിഷം വചനങ്ങളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. കർത്താവേ, നീ എനിക്ക് തന്ന ക്രൂശ് മനസ്സാ വഹിക്കാനുള്ള ദൈവത്തിന്റെ കൃപ തരണമേ. ഞാൻ വിശ്വസിക്കുന്നു, ഒരു നാൾ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു നാൾ ദൈവം എന്നെ ഉയർപ്പിക്കും. ഒരു നാൾ ദൈവം എനിക്കൊരു തിരിച്ചുവരവ് തരും. ഒരു നാൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആരും മൗനമായിരിക്കരുത്. അല്പനിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ പ്രയാസത്തിലൂടെ കടന്നു പോകുകയാണോ? പ്രാർത്ഥനകൾക്ക് നിങ്ങൾക്ക് മറുപടി ഇല്ലെന്നാണോ നിങ്ങളുടെ വിചാരം? ഹല്ലേലൂയ. ഒരിക്കലും മുന്നോട്ട് ചലിക്കുവാൻ ഞങ്ങൾ ഒരു വഴിയും കാണുന്നില്ല എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നോ, യു ആർ ജസ്റ്റ് ഷോൾഡറിങ് ദ ക്രോസ് വിത്ത് ജീസസ്. നിങ്ങൾ യേശുവുമായിട്ട് ആ ക്രൂശ് പങ്കിടുകയാണ്. നിങ്ങൾ യേശുവുമായിട്ട് ആ ക്രൂശ് പങ്കിടുകയാണ്. നിങ്ങൾ യേശുവുമായിട്ട് ക്രൂശ് പങ്കിട്ടതുപോലെ നിങ്ങൾ യേശുവുമായിട്ട് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി പങ്കിടും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അല്പനിമിഷം ദൈവസന്നിധിയിൽ ധ്യാനിച്ചാട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Thank you for giving the privilege to shoulder the cross with Jesus. അതങ്ങളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, thank you for selecting us. ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രിവിലേജ് നമ്മളിവിടെ അനുഭവിക്കുന്നത്. ചിലരൊക്കെ ചിലത് നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധിക്കാൻ ദൈവം നമുക്ക് പ്രാപ്തി തന്നത്. ചിലർ കുരിശ് ചുമന്നത് കൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ശബ്ദം, നമ്മൾ അനുഭവിക്കുന്ന ഈ ഹല്ലേലൂയ അന്തരീക്ഷം, നമ്മൾക്കുള്ള ഈ സൗകര്യങ്ങളെല്ലാം ചിലത് വേണ്ടെന്ന് വെച്ച് ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത് അനുഭവിക്കുന്നത്. താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കർത്താവേ, ക്രൂശിനായി നന്ദി. We thank you for the cross. Thank you for the cross.
ഒരുമിച്ച് ആരും മൗനമായിരിക്കരുത്. ദൈവം എനിക്ക് ക്രൂശിലൂടെയാണ് രക്ഷ തന്നെന്ന് ബോധ്യമുള്ളവരെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചേ. We love you, Jesus. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, രക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകുമോ ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ക്രൂശിൽ കണ്ടു, ക്രൂശിൽ കണ്ടു ഞാൻ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു